ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സുമായിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 2 മീഡിയം സൈസിലുള്ള കപ്പ പുഴുങ്ങിയെടുത്തത്, പിന്നെ 2 തണ്ട് വേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ ഒരു സവാള, 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് കാബേജ് എന്നിവ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കപ്പ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉടച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം, പിന്നെ കാബേജ്, ക്യാരറ്റ്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി എന്നിവ അരിഞ്ഞെടുത്തത് എന്നിവ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കപ്പ ഉപ്പ് ചേർത്താണ് പുഴുങ്ങിയെടുത്തത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 പിഞ്ച് ഗരം മസാല, പിന്നെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് നിർബന്ധമായും ഇതിലേക്ക് എടുക്കണം, എങ്കിൽ മാത്രമേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉരുത്തിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എണ്ണയിലിട്ടാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ എണ്ണ പുരട്ടിയ ശേഷം ഓരോ ബോളായി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 രീതിയിൽ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായ ശേഷം ഓരോ ബോൾസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എന്തോന്നറിയാനായിട്ട് നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഈ മറുഭാഗം കൂടി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വെറുതെ പറയല്ല, നല്ല ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്സാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് അറിയിക്കാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയൊക്കെ ആയിട്ടും ഒന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു.